യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഗുഡ്നെസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മാർപ്പാപ്പയുടെ അപ്രമാദിത്വത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അപ്രമാദിത്വം എന്താണെന്നും ഏതെല്ലാം തലങ്ങളിലാണ് അത് നിൽക്കുന്നതെന്നും വിശ്വാസ സത്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴാണ് ഈ അപ്രമാദിത്വം നിലവിൽ വരുന്നതെന്നും നമ്മൾ കണ്ടു. ഈ പുതിയ എപ്പിസോഡിൽ നമ്മൾ കത്തോലിക്ക തിരുസഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പ ലോകത്തിലെ ഏറ്റവും ചെറിയ രാഷ്ട്രമായ വത്തിക്കാൻ്റെ ഭരണാധികാരി കൂടിയാണ്. അങ്ങനെ ഒരാത്മീയത നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലും ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിട്ട് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. നമ്മൾ ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ നമ്മോട് കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പച്ചനെ യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛ, തിരുസഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പ ആധ്യാത്മിക തലത്തിൽ അദ്ദേഹം നമ്മുടെ എല്ലാം പരമോന്നത നേതാവാണ്. അതേസമയം തന്നെ വത്തിക്കാൻ സിറ്റി ലോകത്തിലെ ഏറ്റവും ചെറിയ രാഷ്ട്രത്തിലൊന്നാണ്. വളരെ പരിമിതമായ ജനസംഖ്യയും വിസ്തീർണമുള്ളൊരു രാജ്യം. അതിൻ്റെ ഭരണാധികാരി കൂടിയാണ് മാർപ്പാപ്പ. എങ്ങനെയാണ് ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോവുക? ഒരു ഭൗതിക അധികാരവും ഒരു വശത്ത് ഒരു ആത്മീയ അധികാരവും, ഇത് രണ്ടും കൂടി എങ്ങനെയാണ് പൊരുത്തപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോവുക? സാറ് പറഞ്ഞതുപോലെ വത്തിക്കാൻ സിറ്റി എന്ന ഏറ്റവും ചെറിയ ഒരു രാജ്യത്തിൻ്റെ തലവൻ കൂടിയാണ് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പ. 121 ഏക്കർ സ്ഥലം മാത്രമേ ഉള്ളൂ. അതുപോലെ വത്തിക്കാൻ സിറ്റിയിലെ ആ രാജ്യത്തെ സിറ്റിസൺസ് വളരെ കുറച്ച് പേരേ ഉള്ളൂ. 500-നും 600-നും ഇടയ്ക്കുള്ള ആളുകൾ മാത്രമേ അതിലെ അംഗങ്ങളായിട്ടുള്ളൂ, രാജ്യത്തിൻ്റെ പ്രജകളായിട്ടുള്ളൂ. പക്ഷെ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഏറ്റവും ചെറിയ ഒരു രാജ്യം, അത് രാജ്യം എന്ന് പറയുന്നത് പരമാധികാരമുള്ള ഒരു രാജ്യമാണ്. വിസ്തീർണത്തിൽ ഏറ്റവും ചെറുത്, അതുപോലെ തന്നെ അംഗസംഖ്യയിൽ ഏറ്റവും ചെറുത് ആയിട്ടുള്ള ഒരു രാജ്യം. അപ്പം ഇങ്ങനെയുള്ള ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൻ്റെ തലവനായിട്ട് അദ്ദേഹം എങ്ങനെ വന്നു? വസ്തുതയിൽ മാർപ്പാപ്പയുടെ അധികാരം നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാക്കുന്നത് ഒരു ആത്മീയമായിട്ടുള്ള ഒരു അധികാരമാണ്. പൊതുവിൽ ആളുകൾ മനസ്സിലാക്കുന്നൊരു കാര്യം. ലോകത്തിൽ മാർപ്പാപ്പ മാത്രമേ ഉള്ളൂ രണ്ട് തലത്തിലും, ഒരു രാജ്യത്തിൻ്റെ തലവനും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ തലവനും ഒരു മതത്തിൻ്റെ തലവനും ആയിട്ട് വരുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഈ രണ്ട്, നമുക്ക് മതത്തിൻ്റെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തെ തലവനായിട്ട്, മാർപ്പാപ്പ തലവനായിട്ട്, പത്രോസിനെ തലവനായിട്ടും കർത്താവ് നിയമിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ പിന്മുറക്കാരൻ എന്നുള്ള നിലയിൽ അത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ തലവനായിട്ട് അദ്ദേഹം മാറിയത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ചരിത്രം, ഒരുപാട് ചരിത്രമുണ്ട്. അപ്പോൾ ഈ ചരിത്രം നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചിട്ടുള്ളൂ. അതിൻ്റെ ഏറ്റവും ചുരുക്കത്തിൽ നമുക്ക് പറയാനുള്ളത് 1929 ലാറ്ററൻ ഉടമ്പടി മൂലമാണ് വാസ്തവത്തിൽ, അതുവഴിയായിട്ടാണ് വത്തിക്കാൻ സിറ്റി എന്ന ഒരു രാജ്യം നിലവിൽ വന്നതെന്നുള്ളതാണ്. ആ ഉടമ്പടിയോടുകൂടിയാണ് മാർപ്പാപ്പ, റോമിൻ്റെ മെത്രാനായിട്ടുള്ള മാർപ്പാപ്പ വത്തിക്കാൻ സിറ്റിയുടെ പരമാധികാരിയായിട്ട്, വത്തിക്കാൻ സിറ്റി എന്ന രാജ്യത്തിൻ്റെ പരമാധികാരിയായിട്ട് മാറിയത് ആണ് 1929 ലാറ്ററൻ ഉടമ്പടിയോടുകൂടിയാണ്. അപ്പം അന്നാണോ ഈ രാഷ്ട്രം നിലവിൽ വന്നത്? ഈ രാഷ്ട്രം നിലവിൽ വന്നത് 1929 മനസ്സിലാകുന്നത്. അതുവരെയും ഇറ്റലിയുടെ കീഴിൽ
അല്ല, അത് ഞാൻ അതിനെക്കുറിച്ച് പറയാം. നമുക്കത് ഇറ്റലിയുടെ കീഴിലെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഈ ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയിലേക്ക് വന്നതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെ അദ്ദേഹം ഈ വത്തിക്കാൻ സിറ്റി എന്ന രാജ്യത്തിൻ്റെ 1929 രൂപം കൊണ്ട വത്തിക്കാൻ സിറ്റി എന്ന ചെറിയ രാജ്യത്തിൻ്റെ പരമാധികാരിയായിട്ട് മാറി എന്നുള്ളതിൻ്റെ ചരിത്രമാണ്. നമുക്കറിയാം, സഭയുടെ ആരംഭത്തിൽ ആദ്യ നൂറ്റാണ്ടുകളിൽ സഭ റോമാ സാമ്രാജ്യത്തിൽ എല്ലായിടത്തും തന്നെ പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നുള്ള മർദ്ദനത്തിലൂടെ, പീഡനത്തിലൂടെ കടന്നു പോവുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ വെളിപാടിൻ്റെ പുസ്തകം 2ഉം 3ഉം അധ്യായങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സഭകൾക്കുള്ള കത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. റോമാ സാമ്രാജ്യത്തിൽ മുഴുവനും സഭ പീഡിപ്പിക്കപ്പെട്ടിരുന്നു. ഔദ്യോഗികമായിട്ടുള്ളൊരു മതമായിട്ട് അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. അപ്പോൾ ഇവിടെ സുവിശേഷ പ്രഘോഷണവും അതുപോലെ തന്നെയുള്ള കുദാശകളുടെ അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും എല്ലാം രഹസ്യമായിട്ടുള്ള ഇതിലാണ്. പരസ്യമായിട്ട് ഉള്ള ഒരു ഇത് നടപ്പ് വളരെ ചുരുക്കിയ സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഭൂഗർഭ അറകളിലൊക്കെ അത് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ റോമിൽ നമ്മൾ നോക്കുക, ഈ ഒരുപാട് പീഡനത്തിലൂടെ കടന്നു പോയവരാണ്. ഇതാണ് സഭയും സഭയിലെ അംഗങ്ങളും എന്ന് പറയുന്നത്. വെറും നീറോ ചക്രവർത്തിയുടെ ഭരണത്തിൻ്റെ കീഴിലാണ് പൗലോസ്, വിശുദ്ധ പത്രോസ്, വിശുദ്ധ പൗലോസ് എന്ന അപ്പസ്തോലന്മാർ മരണപ്പെട്ടത്, രക്തസാക്ഷികളായി തീർന്ന. അപ്പോൾ അങ്ങനെയായിരുന്നു വാസ്തവത്തിൽ ആദ്യ നൂറ്റാണ്ടുകളിൽ റോമാ സാമ്രാജ്യത്തിൽ പലയിടത്തും, പ്രത്യേകിച്ച് റോമിലും പരിസര പ്രദേശങ്ങളിലും. എങ്കിലും സഭ വളർന്നു എന്നുള്ളതാണ്. ഈ പീഡനത്തിനിടയിലും സഭ വളർന്നു. പക്ഷെ പിന്നീട് വലിയൊരു മാറ്റം സംഭവിക്കുന്നത്, ഈ സ്ഥിതിക്ക് മാറ്റം സംഭവിക്കുന്നത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മാനസാന്തരത്തോടു കൂടിയാണ്. അദ്ദേഹം ക്രൈസ്തവനായി തീർന്നു. അപ്പോൾ റോമാ സാമ്രാജ്യത്തിൽ അദ്ദേഹം ഈ ക്രൈസ്തവ മതത്തിന് ഒരു സ്വാതന്ത്ര്യം നൽകി. റോമാ സാമ്രാജ്യത്തിലെ ഔദ്യോഗിക മതമായിട്ട് ക്രിസ്തു മതം അദ്ദേഹം പ്രഖ്യാപിച്ചു. ക്രിസ്തു മതത്തിൽ നൂറ്റാണ്ടിലായിരുന്നു, അത് 4-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സഭയ്ക്ക് കൂടുതലായിട്ടുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു. പ്രവർത്തന സ്വാതന്ത്ര്യം ലഭിച്ചു, ആരാധനാ സ്വാതന്ത്ര്യം ലഭിച്ചു. കുറച്ചുകൂടി ആളുകൾ സഭയിലേക്ക്, കൂടുതൽ ആളുകൾ സഭയിലേക്ക്, വിശ്വാസത്തിലേക്ക് വന്നു. പ്രഭുക്കന്മാരും എല്ലാം വിശ്വാസത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. കാരണം ഔദ്യോഗിക മതമാണ്. രാജാവ് ചേർന്നോടൊപ്പം തന്നെ പ്രജകളും അങ്ങനെയുള്ള. അങ്ങനെ കൂടുതൽ സ്വാതന്ത്ര്യമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കൂടുതൽ ആളുകൾ ഈ സഭയുടെ പ്രവർത്തനങ്ങൾക്കും സഭയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് കൂടുതൽ ദാനങ്ങളും നൽകി എന്നുള്ളതാണ്. സംഭാവനകളും നൽകി സഭയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ പ്രഭുക്കന്മാരൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ നൽകി എന്നുള്ളതാണ്. റോമിലും റോമിൻ്റെ പരിസര പ്രദേശത്തുമൊക്കെ ദാനമായിട്ട് ഈ സഭയ്ക്ക്, പള്ളികൾക്ക്, ഇടവകകൾക്ക്, അങ്ങനെ ഇടവകളൊക്കെ സാവകാശം രൂപം കൊള്ളുകയാണ്, വിശ്വാസികളുടെ സമൂഹം രൂപം കൊള്ളുകയാണ്. അപ്പോൾ ഇങ്ങനെ സഭയ്ക്ക് കൂടുതൽ സ്വത്തുക്കൾ ഉണ്ടാകാനായിട്ട് തുടങ്ങി. പ്രത്യേകിച്ച് സ്ഥലങ്ങൾ വഴിയായിട്ടുള്ള സ്വത്തുക്കളുണ്ട്. ഈ പ്രത്യേകിച്ച് ഈ വെസ്റ്റേൺ റോമൻ എംപയർ, പാശ്ചാത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ തകർച്ച, പിന്നീട് ഈസ്റ്റേൺ റോമൻ എംപയർ, ബൈസന്റൈൻ എംപയർ എന്ന് പറയുന്ന റോമാ സാമ്രാജ്യത്തിൻ്റെ കിഴക്കു ഭാഗത്തുള്ള കേന്ദ്രമായിട്ടുള്ള ഇതിൻ്റെ തകർച്ച സംഭവിച്ചതോടുകൂടി തന്നെ ആദ്യം ഈ പാശ്ചാത്യ റോമാ സാമ്രാജ്യവും പിന്നീട് പൗരസ്ത്യ റോമാ സാമ്രാജ്യവും വീക്കായതോടുകൂടി ഈ മാർപ്പാപ്പായുടെ അല്ലെങ്കിൽ സഭയുടെ സ്വാധീനം ഒരുപാട് ഈ റോമിലും പരിസര പ്രദേശങ്ങളിലും എല്ലാം വ്യാപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സഭയൊരു ശക്തിയായിട്ട് തന്നെ ആത്മീയ രംഗത്ത് മാത്രമല്ല ഭൗതികമായിട്ടുള്ള രംഗത്തും കുറച്ചുകൂടെ ഒരു ശക്തിയായിട്ട് വളർന്നു വന്നെന്നുള്ളതാണ്. അപ്പോൾ ആ കാലയളവിലൊക്കെ ഇറ്റലിയിലെ പല സ്ഥലങ്ങളുമൊക്കെ പല പ്രവിശ്യകളുമൊക്കെ പ്രഭുക്കന്മാരുടെ കൈവശമായിരുന്നു. അപ്പോഴും കോൺസ്റ്റന്റൈൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഞാൻ ചുരുക്കി പറയാണ്, പിന്നീടുള്ള കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സഭയ്ക്ക് ഇങ്ങനെ സ്വത്തുക്കളും ഒക്കെ ഇങ്ങനെ വർദ്ധിച്ചു വന്നു. പിന്നീടുള്ള കാലഘട്ടത്തിൽ ഒക്കെ വർദ്ധിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1177 1177 ഒരു ഉടമ്പടി, വെനീസ് വെച്ച് നടക്കുന്ന ഉടമ്പടിയാണ്. അപ്പം വെനീസിലെ ഉടമ്പടിയോടുകൂടി ഈ സഭയുടെ
ഈ സ്ഥലങ്ങൾ, പ്രദേശങ്ങൾ, സഭയുടെ കീഴിലുള്ള പ്രദേശങ്ങൾ സ്വതന്ത്ര ഭരണ പ്രദേശങ്ങളായിട്ട് അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. പിന്നീട് 1300 സഭയുടെ ഈ സ്വതന്ത്ര ഭരണ പ്രദേശങ്ങൾ ഇറ്റലിയിലുള്ള നാട്ടുരാജ്യങ്ങളെപ്പോലെ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇറ്റലിയിലെ നാട്ടുരാജ്യങ്ങളെപ്പോലെ അംഗീകരിക്കപ്പെട്ടു. അപ്പോൾ അവിടെ ഒരുപാട് നാട്ടുരാജ്യങ്ങളുണ്ട്. ഇറ്റാലിയൻ നമ്മൾ ഇന്ന് കാണുന്ന പോലെയുള്ള ഒരു യൂണിഫൈഡ് ഇറ്റലി അല്ല. അപ്പം നാട്ടുരാജ്യങ്ങളാണ്. അതുപോലെയുള്ള ഒരു രാജ്യമായിട്ട്, നാട്ടുരാജ്യമായിട്ട് അതിന് പറയുന്ന പേപ്പൽ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. പേപ്പൽ സ്റ്റേറ്റ്സ് അങ്ങനെ അംഗീകരിക്കപ്പെട്ടു. അപ്പോൾ ഔദ്യോഗികമായിട്ട് വാസ്തവത്തിൽ ഈ ദേശങ്ങളുടെ, ഈ പ്രദേശങ്ങളുടെ മാർപ്പാപ്പ അല്ലെങ്കിൽ കത്തോലിക്ക സഭ കൈവശം വെച്ചിരിക്കുന്ന ഈ ദേശങ്ങളുടെ, ഈ പ്രദേശങ്ങളുടെ ഭരണാധികാരിയായിട്ട് മറ്റു നാട്ടുരാജ്യങ്ങളെപ്പോലെ തന്നെ രാജ്യമായിട്ട് ഈ പരിഗണിക്കപ്പെട്ടു എന്നുള്ളതാണ്. കാലക്രമത്തിൽ രാഷ്ട്രീയ സാഹചര്യമൊക്കെ മാറുന്നതനുസരിച്ച് ഈ പേപ്പൽ സ്റ്റേറ്റ്സിൻ്റെ ശക്തി വർദ്ധിക്കുകയോ കുറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ കാലയളവിൽ മാർപ്പാപ്പന്മാർ പലരും താമസിച്ചിരുന്നു എന്ന് പറയുന്നത് ആദ്യം ഈ കാലങ്ങളിലൊക്കെ, അതായത് 314 മുതൽ 1310 വരെയുള്ള ഈ കാലയളവിൽ മാർപ്പാപ്പന്മാരുടെ വസതിയായിട്ട് സ്വീകരിച്ചിരുന്ന ലാറ്ററൻ കൊട്ടാരമാണ്. ബൃഹത്തായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടുകൂടിയ കൊട്ടാരമാണ് വാസ്തവത്തിൽ. ഈ കൊട്ടാരം മാർപ്പാപ്പായ്ക്ക് ദാനം ചെയ്തത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ്. അപ്പോൾ ഏതാണ്ട് 1000 വർഷത്തോളം മാർപ്പാപ്പന്മാരുടെ വസതിയായിട്ട് ഈ ഉണ്ടായിരുന്നത് ലാറ്ററൻ കൊട്ടാരമാണ്. അപ്പോൾ ഇനി വത്തിക്കാൻ എന്ന് പറയുന്ന ഈ സ്ഥലം, അത് പോപ്പിൻ്റെ വസതിയായി തീർന്നത് 1450 കൂടിയാണ്. ശരി, പോപ്പിൻ്റെ വസതിയോട് ആയിത്തീർന്നത് 1450 കൂടിയാണ്. എങ്കിലും അതിനുശേഷവും മാർപ്പാപ്പ താമസിച്ചിരുന്നത് വല്ലപ്പോഴും എന്നുള്ളതല്ലാതെ താമസിച്ചിരുന്നത് വത്തിക്കാന് പുറത്താണ്. ഇപ്പോൾ ഉള്ള സ്ഥലത്തു നിന്നല്ല, നമ്മൾ ഓർക്കണം, വത്തിക്കാന് പുറത്താണ്. 1870 മുതലാണ് മാർപ്പാപ്പമാർ വത്തിക്കാനിൽ താമസമാക്കിയിരിക്കുന്ന ഉള്ള കാര്യം. വത്തിക്കാൻ നമ്മളിപ്പോൾ മാർപ്പാപ്പ വസിക്കുന്ന ആ സ്ഥലം വത്തിക്കാൻ എന്ന് പറയുന്നത്. അതിന് മുമ്പ് പല നൂറ്റാണ്ടുകളും വത്തിക്കാന് പുറത്തുള്ള സ്ഥലത്താണെന്ന് ഞാൻ പറഞ്ഞു വരിക ചെയ്തത്. പക്ഷെ ഭരണ സംവിധാനമൊക്കെ വത്തിക്കാനിൽ തന്നെ ആയിരുന്നു. ഇല്ല, ആ സമയത്ത് ഇല്ല. വാസ്തവത്തിൽ എവിടെയായിരുന്നോ ലാറ്ററൻ കേന്ദ്രമാക്കിയിട്ട് അവിടെയാണ് ഭരണ സംവിധാനം എന്ന് പറഞ്ഞിരുന്നത് എന്നൊരു കാര്യം. വത്തിക്കാൻ സിറ്റി ഒന്നും ഉണ്ടായിട്ടില്ല, സിറ്റി സ്റ്റേറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല വാസ്തവത്തിൽ. ഇനി നമ്മൾ ഇതിൻ്റെ ചരിത്രത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 19ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഇറ്റാലിയൻ ദേശീയത ജനങ്ങളുടെ ഇടയിൽ തങ്ങൾ ഒരു ദേശമാണ്. കാര്യം ഇങ്ങനെ പല നാട്ടുരാജ്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരി, ഒരു ജനതയാണ് എന്നുള്ള ഒരു അവബോധത്തിലേക്ക് അവർ വരുന്നത് 19ാം നൂറ്റാണ്ടിലാണ് വാസ്തവത്തിൽ. അപ്പം നാട്ടുരാജ്യങ്ങളെല്ലാം ഒരുമിക്കണമെന്നും നാട്ടുരാജ്യങ്ങളിലുള്ള ജനതകളെല്ലാം ഒറ്റ ജനതയാണെന്നും ഒക്കെയുള്ളൊരു ദേശീയ അവബോധം ഇറ്റലിക്കാരുടെ ഇടയിൽ, അത് ചില ആളുകളുടെ ഇടയിൽ അത് രൂപം കൊള്ളുകയും അത് അവർ പരസ്യപ്പെടുത്തുകയൊക്കെ ചെയ്ത് കൂടുതൽ പേര് ഇതിൽ ആകൃഷ്ടരായി എന്നുള്ളതാണ്. അപ്പം ഒരു ഏകീകൃത ഇറ്റലി എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ആശയം, ഒരു സങ്കല്പത്തെക്കുറിച്ചുള്ള ശക്തമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായി. ആഗ്രഹം മാത്രമല്ല, അതിന് വേണ്ടിയിട്ട് ഏകീകൃത ഇറ്റലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് പ്രയത്നിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഇറ്റലിയിലെ പല നാട്ടുരാജ്യങ്ങളും ഒരുമിച്ച് ചേർക്കപ്പെട്ടു എന്നുള്ളതാണ്. പല രാജ്യങ്ങളും ഒന്നിച്ചു. ഇനി ഒന്നിക്കാത്ത, അങ്ങനെ മാറി നിൽക്കുന്ന ചില രാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചില ദേശങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഈ ദേശീയവാദികൾ അതിനെ കീഴ്പ്പെടുത്തി അതിനോടുകൂടി ബലമായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ മാറി നിന്നതാണ് വാസ്തവത്തിൽ പേപ്പൽ സ്റ്റേറ്റ്സ്. മാർപ്പാപ്പായുടെ ഭരണത്തിൻ്റെ കീഴിലുള്ള ഒരു നാട്ടുരാജ്യങ്ങൾ പോലെ ഭരിച്ചിരുന്ന ഒരു ഇതാണ്. അത് റോമിൽ മാത്രമല്ല, റോമിന് പുറത്ത് പല സെൻട്രൽ ഇറ്റലിയുടെ മധ്യഭാഗത്തൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ മാർപ്പാപ്പായുടെ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു എന്നുള്ളതാണ്. ആരെല്ലാം മാറിയെന്നു. അത് മാർപ്പാപ്പ അംഗീകരിച്ചില്ല അങ്ങനെ ഒരു ഇതായിട്ടുള്ള. പക്ഷേ അവസാനം എന്താ സംഭവിച്ചതെന്ന് കഴിഞ്ഞാൽ മധ്യ ഇറ്റലിയിലുള്ള മാർപ്പാപ്പയുടെ കീഴിലുള്ളതെല്ലാം ബലമായിട്ട് തന്നെ ഈ ദേശീയതക്കാർ പിടിച്ചെടുത്തു എന്നുള്ളതാണ്.
1848 വാസ്തവത്തിൽ യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി എല്ലാം കൂടെ യുണൈറ്റഡ് ആയതെന്നുള്ളതാണ്. അപ്പോൾ മാർപ്പാപ്പയുടെ ചില സ്ഥലങ്ങൾ പിടിച്ചെടുത്തു എന്നുള്ളതാണ്, പ്രത്യേകിച്ച് മധ്യ ഇറ്റലിയിലുള്ളത്. പക്ഷേ പിടിച്ചെടുക്കാതെ റോമും ഈ വത്തിക്കാനൊക്കെ ഉൾപ്പെട്ട ആ റോം എന്ന് പറയുന്ന ആ പ്രദേശം പിന്നീടും മാർപ്പാപ്പയുടെ കീഴിലായിരുന്നു, മാർപ്പാപ്പയുടെ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. വസ്തുതയിൽ പിടിച്ചെടുത്തതൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്, ബലമായിട്ടുള്ളൊരു പിടിച്ചെടുക്കലാണ് സംഭവിച്ചത്. പക്ഷേ ഇത് പിന്നീട് പല പ്രാവശ്യം ഇതിനോട് കൂട്ടിച്ചേർക്കപ്പെടാനായിട്ടൊക്കെ റോമിനെയും കൂട്ടിച്ചേർക്കാനായിട്ടൊക്കെ ഈ അന്നത്തെ ആളുകൾ ശ്രമിച്ചെങ്കിലും, പ്രത്യേകിച്ച് മുസോളിനി ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്ററായിരുന്നു അദ്ദേഹം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ചു. വിക്ടർ എമ്മാനുവൽ എന്നായിരുന്നു രാജാവിൻ്റെ പേരും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചു. ഇപ്പോഴെപ്പോഴും ഇവർ റോമ എതിർത്ത് നിന്നു എന്നുള്ളതാണ്, വത്തിക്കാൻ എതിർത്ത് നിന്നു. അപ്പോൾ ഈ റോമിനെ മിലിറ്ററി ഉപയോഗിച്ച് കീഴ്പ്പെടുത്താനായിട്ട് അവർ അത്ര ആദ്യം ശ്രമിച്ചില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ മാർപ്പാപ്പയ്ക്ക് ഈ ഫ്രാൻസിൻ്റെ ഒരു സഹായം ഉണ്ടായിരുന്നു ഇതിനെ പ്രതിരോധിക്കാനായിട്ട്. കുറച്ച് ഫ്രഞ്ച് സൈന്യങ്ങളും ഉണ്ടായിരുന്നു റോമിൽ. അപ്പോൾ അതുകൊണ്ട് ഈ ഫ്രഞ്ച് സൈന്യങ്ങളോട് യുദ്ധം ചെയ്യാനായിട്ട് ഇവർക്ക് താല്പര്യം ഉണ്ടായില്ല. ഒന്ന്, വിജയിക്കുമോ എന്നുള്ളൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ ഒരു കേന്ദ്രമായിട്ടുള്ള റോം ഒക്കെ കേന്ദ്രമാക്കിയിട്ടുള്ള ഒരു സ്ഥലത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറ്റലിയിലുള്ള വിശ്വാസികൾക്കോ യൂറോപ്പിലുള്ള വിശ്വാസികൾക്കും അവരുടെ അവരുടെ വികാരങ്ങൾ വ്രണപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ അപ്പം ഈ പറയുന്ന ഇറ്റാലിയൻ ഗവൺമെൻറ്റിന് എതിരാകുമെന്ന് ഭയപ്പെട്ടിട്ട് അവരത് ചെയ്തില്ല എന്നുള്ളതാണ്. അവർ മടിച്ചു നിന്നു. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യം കൂടെ ഉണ്ടായി. ഫ്രഞ്ച് സൈന്യം അവിടുന്ന് പിൻവാങ്ങേണ്ടതായിട്ട് വന്നു. അങ്ങനെ പിൻവാങ്ങിയ അവസരത്തിൽ ഇറ്റാലിയൻ ഗവൺമെൻറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മിലിറ്ററിയെ ഉപയോഗിച്ച് ഇതൊക്കെ കീഴ്പ്പെടുത്തി. ഒരു ചെറിയ യുദ്ധം നടന്നു. മാർപ്പാപ്പായുടെ സൈന്യവും അതുപോലെ തന്നെ ഇറ്റാലിയൻ ഗവൺമെൻറ്റിൻ്റെ സൈന്യവും തമ്മിൽ ചെറിയൊരു യുദ്ധം നടന്നു. ഏതായാലും റോം ഇറ്റലി കീഴ്പ്പെടുത്തി എന്നുള്ള, മാർപ്പാപ്പായുടെ ഭരണത്തിൻ്റെ കീഴിലുള്ള റോം കീഴ്പ്പെടുത്തി, ഇറ്റാലിയൻ ഗവൺമെൻറ് കീഴ്പ്പെടുത്തി, യുണൈറ്റഡ് ഇറ്റലി. അപ്പോൾ അങ്ങനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മാർപ്പാപ്പ ഈ കാലയളവിൽ മാർപ്പാപ്പ താമസിച്ചിരുന്നത് വേറൊരു പാലസിലാണ്. അത് വത്തിക്കാന് പുറത്തുള്ള ക്വിരിനാൽ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഇറ്റലിയുടെ പാർലമെൻറ്റ് സമുച്ചയമുള്ള സ്ഥലമാണ്. ക്വിരിനാൽ പാലസ് എന്നാണ് എന്നെ പറയുന്നത്. ആ സമുച്ചയത്തിലായിരുന്നു വാസ്തവത്തിൽ, ആ പാലസിൽ, ആ കൊട്ടാരത്തിലായിരുന്നു. അപ്പം മാർപ്പാപ്പ ഇതോടുകൂടി തന്നെ 1870 ഈ പറയുന്ന ഈ സംഭവം നടക്കുന്നത്. വത്തിക്കാനിലേക്ക് പിൻവാങ്ങി എന്നുള്ളതാണ്. 1871 ഈ പറയുന്ന ക്യുരിനാൽ പാലസ്, മാർപ്പാപ്പയുടെ വസതിയായിരുന്ന ആ പാലസ് ഇറ്റാലിയൻ ഗവൺമെൻറ് പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ 1870 മാർപ്പാപ്പ വത്തിക്കാൻ, അതായത് സെൻറ്റ് പീറ്റേഴ്സിൻ്റെ അവിടെയുള്ള കൊട്ടാരത്തിലേക്ക് പിൻവാങ്ങിക്കഴിഞ്ഞപ്പോൾ സ്വയം തടവുകാരനായിട്ട് പ്രഖ്യാപിച്ചു. താൻ തടവുകാരനാണ്. അദ്ദേഹം പിന്നീട് പുറത്തേക്ക് ഈ പറയുന്ന വത്തിക്കാന് പുറത്തേക്ക് കടന്നില്ല. അപ്പോൾ 1870 മുതൽ 1929 വരെ മാർപ്പാപ്പന്മാർ വത്തിക്കാനിൽ തടവുകാരായിട്ടെന്ന് പറയുന്നത് പോലെ തന്നെ അതിന് പുറത്ത് കടക്കാതെ അവിടെ വസിക്കുകയാണ് ചെയ്തത്. പക്ഷേ റോമിൻ്റെ കീഴ്പ്പെടുത്തൽ മാർപ്പാപ്പ അംഗീകരിച്ചിരുന്നില്ല. അവർ കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞാൽ ശരി, അതിൻ്റെ അതായത് മാർപ്പാപ്പായും ഒന്നും ഒരിക്കലും റോമിൻ്റെ ഇറ്റലിയുടെ കീഴിൽ വരികയില്ല എന്ന് ഞങ്ങൾ സ്വയം ഭരണം അവകാശം ഉള്ളവരാണെന്നുള്ള ഒരു ധാരണയിൽ തന്നെ, ആ വിശ്വാസത്തിൽ തന്നെ ജീവിച്ചു. പക്ഷേ ഇത് മുന്നോട്ട് അധികം കൊണ്ടുപോകാനായിട്ട് ഇറ്റാലിയൻ ഗവൺമെൻറ് താല്പര്യപ്പെട്ടില്ല. ഇതിനെന്തെങ്കിലും ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണം. ഇല്ലെന്നുണ്ടെങ്കിൽ ലോകത്തിലുള്ള വിശ്വാസികൾ തന്നെ എതിരായി നിൽക്കും. അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള എതിർപ്പുകൾ ഇൻറ്റേർണലായിട്ട് ഇറ്റലിയിൽ തന്നെ ഉണ്ടാകും എന്നൊക്കെ ഉള്ളത് കൊണ്ട് പല പ്രാവശ്യവും എന്തെങ്കിലുമൊക്കെയുള്ള ഒരു എഗ്രിമെൻറ്റിന് വേണ്ടിയിട്ട് അവസാനം അത് 1929 വരെ നീണ്ടു എന്നുള്ളതാണ്. അപ്പോഴിങ്ങനെ സഭയുമായിട്ടുള്ള ഒരു ഐക്യം, ഒരു ഉടമ്പടി ആണ് വാസ്തവത്തിൽ, സഭയും ഇറ്റാലിയൻ സ്റ്റേറ്റും തമ്മിലുള്ള ഉടമ്പടിയാണ് വാസ്തവത്തിൽ
1929 ലാറ്ററൻ ഉടമ്പടി എന്ന് പറയുന്നതിൽ അറിയപ്പെടുന്നത്. ഉടമ്പടിയിൽ മുസോളിനിയാണ് സ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ച് ഒപ്പിട്ടത്. മാർപ്പാപ്പയെ പ്രതിനിധീകരിച്ച് ഒപ്പിട്ടത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കർദിനാളാണ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിലുള്ള ഒരു കർദിനാളാണ്. ഈ ഉടമ്പടിയിൽ എന്തൊക്കെ വ്യവസ്ഥകൾ? ആ ഉടമ്പടി അനുസരിച്ച് വത്തിക്കാൻ സിറ്റി എന്ന ഒരു പരമാധികാര സമ്പൂർണ്ണ അധികാരമുള്ള ഒരു രാജ്യം ഉണ്ടായി. ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിട്ട്, രാജ്യത്തിൻ്റെ സമ്പൂർണ്ണ പരമാധികാരിയായിട്ട് മാർപ്പാപ്പായെ അംഗീകരിച്ചു എന്നുള്ളതാണ്. വത്തിക്കാൻ സിറ്റി എന്ന് പറയുന്ന രാജ്യം. അന്നാണ് ഈ വത്തിക്കാൻ സിറ്റി, ഇറ്റലിയിലെ വത്തിക്കാൻ സിറ്റി നിലവിൽ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 121 ഏക്കർ സ്ഥലമുള്ള ആ വത്തിക്കാൻ സിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ, സെൻറ്റ് പീറ്റേഴ്സ് ബെസിലിക്കായ, അതുപോലെ മാർപ്പാപ്പ ഒക്കെ വസിക്കുന്ന ആ സ്ഥലം, അതിനോട് ചേർന്ന ഓഫീസുകളൊക്കെ ഉണ്ട്. 121 ഏക്കർ സ്ഥലം. അതൊരു സമ്പൂർണ്ണ പരമാധികാര രാജ്യമാണ്. അതിൻ്റെ തലവനായിട്ട് മാർപ്പാപ്പായെ അംഗീകരിച്ചു. രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി പ്രകാരം എന്ന് പറയുന്നത് വത്തിക്കാന് പുറത്തുള്ള ചില സ്ഥലങ്ങളും ചില കെട്ടിടങ്ങളും മാർപ്പാപ്പായുടെ കീഴിൽ അംഗീകരിച്ചു ആണെന്ന് അംഗീകരിച്ചു. ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, വത്തിക്കാനിൽ നിന്ന് ഏതാണ്ട് ഒരു 30 കിലോമീറ്റർ അകലെയുള്ള കാസിൽ ഗൊണ്ടോൾഫ എന്ന് പറയുന്ന മാർപ്പാപ്പയുടെ വേനൽക്കാല വസതി, അത് വത്തിക്കാനിൽ നിന്ന് ഏതാണ്ട് 30 കിലോമീറ്റർ അകലെയാണ്. ഏതാണ്ട് 135 ഏക്കർ സ്ഥലമുള്ളതാണ്. അപ്പോൾ ആ സ്ഥലത്തിന് അധികാരവും മാർപ്പാപ്പയ്ക്കാണ്. പക്ഷെ അതൊരു രാജ്യത്തിൻ്റെ ഭാഗമായിട്ടല്ല കണക്കാക്കുന്നത്, പ്രത്യേക അധികാരമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇറ്റാലിയൻ ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ഇറ്റാലിയൻ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരാരെങ്കിലും പോലീസോ പട്ടാളോ അവിടെ കയറാനായിട്ട് അവകാശമില്ല. ഒരു പരിരക്ഷയുണ്ട്, ഡിപ്ലോമാറ്റിക് പരിരക്ഷ പോലെ, ഒരു നയതന്ത്ര പരിരക്ഷയുള്ളതുപോലെ തന്നെ പരിരക്ഷയുണ്ട്. അതുപോലെ തന്നെ വത്തിക്കാൻ്റെ പുറത്തുള്ള ചില വലിയ കെട്ടിടങ്ങൾ അത് വത്തിക്കാൻ്റെ കീഴിലുള്ളതാണ് എന്ന് പറഞ്ഞ് വത്തിക്കാൻ്റെ ഒരു സമ്പൂർണ്ണ അവകാശമുള്ളതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വത്തിക്കാന് ഒരുപാട് സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ട്. പാലസുകൾ അതൊക്കെ വിട്ടുകൊടുക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ ഒരു പിടിച്ചു എടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഇതാണ്. പേപ്പൽ സ്റ്റേറ്റുകൾ നഷ്ടപ്പെട്ടു. ഇങ്ങനെയൊക്കെയുള്ള ആ നഷ്ടത്തിന് ഒരു നഷ്ടപരിഹാരമായിട്ട് തുക നൽകാമെന്നും ഒക്കെ പറഞ്ഞു എന്നൊക്കെയുള്ള ഉടമ്പടിയിലുണ്ട്. ഓരോ വർഷവും ഇത്ര വെച്ച് നഷ്ടപരിഹാരം തരാം. അതുപോലെ തന്നെ ഇറ്റലിയുടെ ഒരു സ്റ്റേറ്റ് റിലീജനായിട്ട്, ഔദ്യോഗിക മതമായിട്ട് കത്തോലിക്ക സഭയെ അംഗീകരിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് ഈ ഉടമ്പടിയിൽ രണ്ടു കൂട്ടരും കൂടി ഉള്ള ചില മാറ്റങ്ങളൊക്കെ കാലാകാലങ്ങളിൽ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റു മതങ്ങളെയൊക്കെ ഉൾക്കൊള്ളിക്കാൻ തക്ക വിധത്തിൽ ഔദ്യോഗിക മതം എന്നൊക്കെയുള്ളൊരു സ്ഥാനമൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ആണ് വാസ്തവത്തിൽ നമുക്ക് ഇതാണ് വത്തിക്കാൻ്റെ രൂപീകരണത്തിനുള്ള ഒരു പശ്ചാത്തലം എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പോൾ ഈ രൂപീകരണം വഴി വാസ്തവത്തിൽ എന്താ സംഭവിച്ചെന്ന് പറയുന്നത്, മാർപ്പാപ്പ ഈ ഭൂമിയിലുള്ള ആരുടെയും സ്വതന്ത്ര പരമാധികാരിയാണ്. അതാണ് ആർക്കും കീഴ്പ്പെട്ടിട്ടുള്ളതല്ല, ദൈവത്തിന് മാത്രം കീഴ്പ്പെട്ടിട്ടുള്ള ഒരു ആത്മീയ ആചാര്യനാണ് എന്ന ഒരു അർത്ഥം വാസ്തവത്തിൽ അതാണ് വാസ്തവത്തിൽ കിട്ടിയിരിക്കുന്നത്. അല്ലാതെ നമ്മളിപ്പം കത്തോലിക്ക സഭ അതിനൊരു രാജ്യമുണ്ട്, വത്തിക്കാൻ സിറ്റി എന്ന് പറയുന്ന രാജ്യമുണ്ട്, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് വലിയ അഭിമാനം കൊള്ളേണ്ട അങ്ങനത്തെ ഉള്ളൊരു ഇതിൻ്റെ അല്ല. ഇതിൻ്റെ അകത്തുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മാർപ്പാപ്പ ആരുടെയും ഭരണത്തിൻ്റെ കീഴിൽ അല്ല. മാർപ്പാപ്പയുടെ ഭരണം ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ എന്നുള്ളതാണ്. അപ്പോൾ മാർപ്പാപ്പയുടെ കാര്യത്തിൽ മറ്റൊരു രാജ്യത്തിനൊന്നും ഇടപെടാനായിട്ട് കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങളിൽ, മാർപ്പാപ്പയുടെ കീഴിലുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ചോദ്യവും കൂടി. വത്തിക്കാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണെങ്കിലും അവിടെ പട്ടാളമുണ്ടോ? പട്ടാളം അങ്ങനെയുള്ള ഒരു മിലിറ്ററി എന്ന് പറയുന്ന ഒരു ഇതില്ല. സ്വിസ് ഗാർഡ്സ് എന്ന് പറയുന്ന ഒരു കുറച്ച് മാർപ്പാപ്പയുടെ സംരക്ഷകരെന്നുള്ള നിലയിൽ, അംഗരക്ഷകരെന്നൊക്കെയുള്ള നിലയിലൊക്കെയുള്ള ഒരു കുറച്ച് പേരുണ്ട് എന്നുള്ളതാണ്. അതൊരു വോളണ്ടറി സർവീസാണ് വാസ്തവത്തിൽ. വോളണ്ടറി സർവീസ് എന്നുള്ള നിലയിലാണ് വരുന്നത്. പിന്നെ ഈ രാജ്യത്തെ പരമാധികാര രാജ്യമാണ്. അപ്പോൾ ആ ഒരു പരമാധികാര രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്.
ഇറ്റാലിയൻ പോലീസാണ് വാസ്തവത്തിൽ അതിൻ്റെ പരിസരം എല്ലാം ശ്രദ്ധിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സംരക്ഷണമൊക്കെ നൽകുന്നതെന്നൊക്കെ പറയുന്ന ഒരു കാര്യത്തെ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് വത്തിക്കാൻ സിറ്റിയെക്കുറിച്ചാണ്. വത്തിക്കാൻ സിറ്റി ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ്. കത്തോലിക്ക തിരുസഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പ ഈ സ്വതന്ത്ര രാഷ്ട്രത്തിൻ്റെ ഒരു ഭരണാധികാരി കൂടിയാണ് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു. ഇത് ഈ രാഷ്ട്രം അല്ലെങ്കിൽ മാർപ്പാപ്പ മറ്റൊരു ലോകത്തിലെ ഒരു രാജ്യത്തിൻ്റെയും കീഴിലല്ല, ദൈവത്തിന് മാത്രം കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു അധികാരിയാണ് എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. ഈ വിഷയവുമായി നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നതാണ്, ചിന്തിക്കുന്നതാണ്. ഇത്രയും സമയം നമ്മളുമായിട്ട് ഈ വിഷയം പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പച്ചന് നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സഭയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, ഗുഡ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെയും യേശുനാമത്തിൽ നന്ദി, നമസ്കാരം.